ഇന്ത്യയിൽ കാവി പ്രഭാവത്തിന് ശക്തമായ തിരിച്ചടി അല്ലെങ്കിൽ മങ്ങൽ സംഭവിക്കുകയാണ് എന്ന് സൂചിപ്പിക്കുന്ന ധാരാളം സന്ദർഭങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് 2024 ലോക്സഭ തെരഞ്ഞെടുപ്പിലെ ജനവിധി യാദൃച്ഛികമോ വൈകാരിക തീരുമാനത്തിൻ്റെ പുറത്തുണ്ടായതോ അല്ല എന്നും രാഷ്ട്രീയ ഹിന്ദുത്വക്കെതിരെ ജനാധിപത്യ ഇന്ത്യ അവരുടെ രാഷ്ട്രീയ ഇച്ഛ പ്രകടിപ്പിച്ചതാണെന്നും തെളിയിക്കുന്ന നിരവധി സംഗതികൾ രാജ്യത്ത് സംഭവിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇക്കഴിഞ്ഞ ദിവസം പുറത്തു വന്ന 13 നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. ഈ 13 മണ്ഡലങ്ങളിൽ 10ലും ഇന്ത്യ സഖ്യത്തിനാണ് വിജയം. ആ വിജയത്തിൻ്റെ സ്വഭാവത്തെക്കാൾ ഉപരി BJP എങ്ങനെ പരാജയപ്പെട്ടു എന്ന് പരിശോധിക്കുമ്പോഴാണ് കാവ്യപ്രഭാവത്തിനേൽക്കുന്ന മങ്ങലിൻ്റെ തീക്ഷ്ണത നമുക്ക് മനസ്സിലാവുക. അതിൽ ഉത്തരാഖണ്ഡിലാകുമ്പോഴും ഹിമാചൽ പ്രദേശിലും BJP വിലയ്ക്ക് വാങ്ങി എന്ന് പറയാവുന്ന ഓപ്പറേഷൻ താമരയിലൂടെ വിലയ്ക്ക് വാങ്ങിയ സ്വതന്ത്ര MLA മാർ അവർ രാജിവെച്ച് BJP സ്ഥാനാർത്ഥികളായി ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ട മണ്ഡലങ്ങളിൽ, അതായത് ആ മണ്ഡലങ്ങളിൽ കോൺഗ്രസിനെയും BJPയെയും ഒക്കെ നിഷ്പ്രഭമാക്കി വിജയിച്ച ആ പ്രദേശത്തെ പ്രധാനപ്പെട്ട ആളുകളായിരിക്കുമല്ലോ സ്വാഭാവികമായി സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ. ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ BJPയായി ചേരുക ചെയ്തു. ഇപ്പോൾ ഹിമാചൽ പ്രദേശിലെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നപ്പോൾ BJP വിലയ്ക്ക് വാങ്ങിയതാണ് ഈ സ്വതന്ത്ര MLA മാരെ. ഇവർ രാജിവെച്ച് BJPയിൽ ചേർന്ന് മത്സരിക്കുന്നു. അങ്ങനെ മത്സരിച്ച സമയത്ത് ഹിമാചലിൽ 2, ഉത്തരാഖണ്ഡിലും ഹിമാചലിലും ആ വിലയ്ക്ക് വാങ്ങിയ സ്ഥാനാർത്ഥികൾ തോറ്റു എന്ന് മാത്രമല്ല വലിയ മാർജിനിൽ തോറ്റു. അതേപോലെ 10 മണ്ഡലങ്ങളിലെ തോൽവിയും ഇപ്പോൾ ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റല്ല എന്നൊക്കെ വാദത്തിന് വേണ്ടി BJPക്ക് പറയാമെങ്കിലും നമുക്കറിയാം കഴിഞ്ഞ 10 വർഷം 2014 19 തുടർഭരണത്തിൻ്റെ സമയത്ത് ഈ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലങ്ങൾ എത്രമാത്രം രാഷ്ട്രീയ ഹിന്ദുത്വയ്ക്ക് ആവേശം ഉണ്ടാക്കുന്നതാണെന്ന് നമുക്കറിയാം. ഉപതെരഞ്ഞെടുപ്പുകൾ നിരന്തരമായി ജയിക്കുന്ന ഒരു ശീലം BJP തുടർന്നിരുന്നു. ആ ശീലം അവസാനിക്കുകയാണ്. BJP തോറ്റു തുടങ്ങുന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു സ്റ്റേറ്റ്മെൻ്റ് ആവുന്നത് അങ്ങനെയാണ്. മാത്രവുമല്ല ഈ 13 മണ്ഡലങ്ങളിലും 1-2 മണ്ഡലങ്ങളിൽ ഒഴികെ ബാക്കി എല്ലായിടത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ലഭിച്ച വോട്ടിംഗ് ശതമാനത്തിനേക്കാൾ വലിയ കുറവാണ് ഈ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിച്ചിട്ടുള്ളത്. ദ ഹിന്ദു അവരുടെ ഡാറ്റാ പോയിന്റിൽ ഈ 13 മണ്ഡലങ്ങളിലെയും വോട്ട് വിഹിതത്തിൽ BJPക്കുണ്ടായ കുറവ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് ഗുരുതരമായ കുറവാണ്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ടിനേക്കാൾ 20-30% വരെയുള്ള കുറവാണ് ചില മണ്ഡലങ്ങൾ രേഖപ്പെടുത്തുന്നത്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നൽകിയ ശിക്ഷ പോരാ, ഇതാ ഞങ്ങൾ വീണ്ടും ശിക്ഷിക്കുന്നു എന്ന് ജനങ്ങൾ തീരുമാനിക്കുന്നത് പോലുള്ള ഒരു സംഗതിയാണ് കാണുന്നത്. മറ്റൊന്ന് ഉത്തർപ്രദേശിൽ നിന്ന് വരുന്ന ചില വാർത്തകളാണ്. നമുക്കറിയാം ഉത്തർപ്രദേശ് ഈ BJPയുടെ ദേശീയ ഗവൺമെൻറ്റിൻ്റെ 2 ഊഴത്തിലും വളരെയധികം അതിശക്തമായ സംഘപരിവാറിൻ്റെ അടിത്തറയായി മാറിയിട്ടുള്ളൊരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. സ്വാഭാവികം നമുക്കറിയുന്നത് പോലെ BJPയുടെ സംഘപരിവാരത്തിൻ്റെ ഹിന്ദു രാഷ്ട്ര പദ്ധതിയുടെ ഒരു കേന്ദ്രസ്ഥാനമായി വിഭാവനം ചെയ്യപ്പെടുന്ന സംസ്ഥാനം കൂടിയാണ് ഉത്തർപ്രദേശ്. ഹിന്ദി ഹൃദയഭൂമി എന്നൊക്കെ വിളിക്കുന്ന ആ മേഖലയാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാഗതയും എല്ലാ കാലത്തും നിർണയിച്ചു പോന്നിട്ടുള്ളത്. ആ ഉത്തർപ്രദേശത്ത് ആര് ശക്തി പ്രാപിക്കുന്നു അവർ രാജ്യം ഭരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ആ സംസ്ഥാനത്ത് പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിട്ട്. പാതിയോളം സീറ്റ് നഷ്ടപ്പെട്ടത് മാത്രമല്ല തിരിച്ചടി, അവരുടെ അഭിമാന സീറ്റുകളിൽ, അതായത് സംഘപരിവാറിൻ്റെ ഇന്ത്യ പദ്ധതിയുടെ കേന്ദ്രമായിരുന്ന അയോധ്യയിലെ രാമക്ഷേത്രം, ആ അയോധ്യ നിലനിൽക്കുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ അവധേഷ് പ്രസാദ് എന്ന ഒരു ദളിത് സ്ഥാനാർത്ഥി, ഒരു സോഷ്യലിസ്റ്റ് ദളിത് ജയിക്കുകയാണ് ഉണ്ടായത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അയോധ്യ BJPക്ക് നഷ്ടപ്പെടുന്നു
രാമരാഷ്ട്രീയം BJPക്ക് ഇനി ഫലിക്കാത്ത ഒരായുധമായി മാറുന്നു. അവരുടെ ഏറ്റവും വലിയ ആയുധം നിർവീര്യമായി തീർന്ന ഒരവസ്ഥയിലാണ് ഉത്തർപ്രദേശിൽ സംഘപരിവാർ ഉള്ളത്. BJPയുടെ തകർച്ച, ഈ ഉത്തർപ്രദേശിലെ തിരിച്ചടി, അതുകൊണ്ടുണ്ടായ വലിയൊരു മാറ്റം, അവിടെ അതിശക്തമായ ഒരു പ്രതിപക്ഷ ശബ്ദമായി അഖിലേഷ് യാദവിൻ്റെ വരവാണ്. ഈ സമീപ ദിവസം കാവഡ് യാത്ര എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങുണ്ട്. നമ്മുടെ ഈ ശബരിമല തീർത്ഥാടനമൊക്കെ പോലെ ഉത്തരേന്ത്യയിൽ ഈ സീസണിലുള്ള ഒരു തീർത്ഥാടനമാണ് കാവഡ് യാത്ര. അതായത് ഈ കുടങ്ങൾ തോളത്ത് ഒരു വലിയ കമ്പിൽ കുടങ്ങൾ കെട്ടിയിട്ട് ആളുകൾ, ഇങ്ങനെ ലക്ഷക്കണക്കിന് ആളുകളാണ്, അവർ കാൽനടയായി ഗംഗാ തലത്തിലേക്ക് പോയിട്ട് ഗംഗാ നദിയിൽ നിന്ന് ഇവർ കൊണ്ടുപോകുന്ന കുടത്തിൽ ജലം ശേഖരിച്ച് കൊണ്ടുവന്ന് ഇവരുടെ നാട്ടിലുള്ള നദികളിൽ ഒഴുക്കുന്ന ഒരു ആചാരത്തിനാണ് ഈ കാവഡ് യാത്ര എന്ന് പറയുക. അത് കാലങ്ങളായി നടക്കുന്നതാണ്, വളരെ പ്രകൃതിയുമായി ഇണങ്ങുന്ന ഒരു സംഗതിയാണ്. നിങ്ങൾക്കറിയാം, എല്ലാ അത്തരത്തിലുള്ള ബഹുജന ആരാധനാ ചടങ്ങുകളിൽ എല്ലാ മതസ്ഥരുടെയും പരസ്പര സഹകരണമുള്ളൊരു നാടാണ് ഇന്ത്യ, കേരളത്തിൽ പ്രത്യേകിച്ചു. നമ്മുടെ ശബരിമല തീർത്ഥാടനമാകട്ടെ, മലയാറ്റൂർ തീർത്ഥാടനമാകട്ടെ, അതിനൊക്കെ എല്ലാ തരത്തിലുള്ള മനുഷ്യരുടെയും പരസ്പര സഹകരണം. മാത്രമല്ല, ഈ കാവഡ് യാത്ര എന്ന് പറയുന്നത് ഒരു വ്യാപാര ഉത്സവം കൂടിയാണ്. ഈ യാത്ര കടന്നു പോകുന്ന മേഖലകളിൽ നാനാജാതി മതസ്ഥരായ ആളുകൾ പലതരം കച്ചവടങ്ങൾ നടത്തി അവരുടെ ഉപജീവനം ഉറപ്പിക്കുന്നുണ്ട്. കച്ചവടത്തിൻ്റെ ഭാഗമായല്ലാതെ ഇതേപോലെ നാനാ മതസ്ഥർ ഈ യാത്രികർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക. ഇതൊന്നും യാതൊരു തടസ്സവുമില്ലാതെ നടന്നു പോകുന്ന കാര്യങ്ങളാണ്. ഇടയ്ക്കൊക്കെ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ എല്ലാ സംഗതികളിലുള്ളതുപോലെ ഉണ്ടെന്നല്ല. ഈ കാവഡ് യാത്രയിൽ വലിയ വിഷം കലക്കാനുള്ള ശ്രമം കഴിഞ്ഞ ദിവസം ഉണ്ടായി. മുസഫർനഗർ പോലീസ് രേഖാമൂലമുള്ള ഉത്തരവുകളൊന്നും കൊടുത്തിട്ടില്ല എന്നാണ് ഇപ്പോഴും പറയുന്നത്. പക്ഷേ അവരൊരു ഉത്തരവിറക്കി. ഈ കാവഡ് യാത്ര കടന്നു പോകുന്ന ആ സഞ്ചാരപാതയിലെ കടകൾക്ക് മുന്നിൽ അതിൻ്റെ പ്രൊപ്രൈറ്റർമാരുടെ, ആ കടകളുടെ ഉടമകളുടെ പേര് പ്രദർശിപ്പിക്കണം. വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യമാണ്. അത് മതപരമായ വംശീയമായ വേർതിരിവുണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. അതായത് പ്രൊപ്രൈറ്റർമാരുടെ പേര് വെക്കുക. ആ പേര് വെക്കുന്നതോടെ സ്വാഭാവികമായിട്ട് അവരുടെ മതപരമായ സ്വത്വം വെളിപ്പെടും. അപ്പോൾ പലതരം സംഘർഷങ്ങളിലേക്ക് പോകാം, ബഹിഷ്കരണങ്ങളിലേക്ക് പോകാം. അങ്ങനെ ഒന്നും പതിവില്ലാത്ത ഒരു വളരെ നൈസർഗികമായ ഒരു തീർത്ഥാടനത്തിൽ വർഗീയതയുടെയും വംശീയതയുടെയും വിഷം കുത്തിവെക്കാനുള്ള ശ്രമം നടത്തി. മുൻപായിരുന്നെങ്കിൽ, അതായത് കേന്ദ്രത്തിൽ BJP ഒറ്റക്കക്ഷിയായി അതിശക്തമായി വിരാജിക്കുന്ന കാലമായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഉത്തരവ് നഗർ പോലീസ് ഇറക്കുകയും ചെയ്യും. കാവഡ് യാത്രയിലുടനീളമുള്ള കടകളിൽ ജാതിമത സ്വത്വങ്ങൾ വെളിപ്പെടുത്തുന്ന പേരുകൾ പ്രദർശിപ്പിക്കേണ്ടി വരും. നിശ്ചയമായും ഹിന്ദു ഇതരരായ കച്ചവടക്കാർ ഒഴിവാക്കപ്പെടും. അങ്ങനെ അത് സ്വാഭാവികമായി നടക്കും, ഒരു പ്രതിഷേധവുമില്ലാതെ നടക്കും. പക്ഷേ ഇത്തവണ ഉണ്ടായത് അങ്ങനെയല്ല. അതൊന്നും ഇനി നടക്കില്ല എന്ന് ജനങ്ങൾ പറഞ്ഞു തുടങ്ങി. ഈ സംഭവം പുറത്തു വന്ന ഉടനെ UPയിൽ അഖിലേഷ് യാദവ് അതിശക്തമായ ഇടപെടലാണ് നടത്തുന്നത്. എന്തടിസ്ഥാനത്തിലാണ്, എന്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ ഉത്തരവിറക്കിയതെന്ന് വ്യക്തമാക്കണമെന്നും കോടതി സ്വമേധയാ കേസെടുക്കണമെന്നും അഖിലേഷ് യാദവ് പറയുകയും, അഖിലേഷ് യാദവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് UPയിൽ ഉൾപ്പെടെയുള്ള എല്ലാ പത്രങ്ങളുടെയും പ്രധാന വാർത്തയാവുകയും ചെയ്തു. കഴിഞ്ഞ 10 വർഷമായിട്ട് അങ്ങനെ ഇല്ലാത്തതാണ്. അത് പ്രധാന വാർത്തയായി മാറണം. അഖിലേഷ് യാദവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് ദേശീയ പത്രങ്ങളിലെ പ്രധാന വാർത്തയായി മാറുന്നത്. അഖിലേഷ് യാദവ് മാത്രമല്ല, UPയിലെ ജനകീയ സംഘടനകൾ, അഭിഭാഷകർ എല്ലാം ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇത്തരത്തിൽ ഉത്തരവിറക്കുന്നത് എന്ന് ചോദിച്ചു തുടങ്ങുന്നുണ്ട്. അപ്പോൾ പലതരം ന്യായീകർ അവർ നടപ്പാക്കുകയൊക്കെ ചെയ്യുന്നത്, അവർ ഭരിക്കുന്ന സംസ്ഥാനത്തിൽ നടപ്പാക്കുന്ന പ്രയാസമില്ല. പക്ഷേ ഇനി മുതൽ അങ്ങനെ എളുപ്പത്തിൽ ഒന്നും നടപ്പാക്കാൻ കഴിയുകയില്ല എന്ന ഒരു സന്ദേശം ഈ കാവഡ് യാത്ര വിവാദത്തിലും ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനമാണ്, പല നിലകളിൽ RSS മേധാവി മോഹൻ ഭാഗവത് നരേന്ദ്രമോദിയെ ഉദ്ദേശിച്ചാണ് എന്ന രീതിയിൽ വ്യാഖ്യാനിക്കാവുന്ന ചില പരാമർശങ്ങൾ നടത്തുന്നത്. ചിലർ ഭഗവാനാകാൻ നോക്കുന്നു, എന്താകുമെന്നറിയില്ല എന്നൊക്കെയുള്ള ചില വിമർശനങ്ങൾ. സ്വാഭാവികമായും 2025 RSSൻ്റെ 100ാം വാർഷികമാണ്. ഈ 100ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത്
ഒരു പ്രബലമായ ഹിന്ദു ഗവൺമെൻറ്, ഒരു ഏകകക്ഷി ഭരണം ഇവിടെ ഉണ്ടാകണമെന്ന് RS ആഗ്രഹിച്ചിരുന്നു. ഇതേപോലെയുള്ള വ്യക്തിപ്രഭാവങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ട് അത് കിട്ടാതെ പോയി എന്ന ഇച്ഛാഭംഗം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലുണ്ട്, ഉണ്ടാകാം. അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ പ്രധാനമാണ് ഈ സംഘപരിവാരത്തിൻ്റെ ആദ്യം പറഞ്ഞതുപോലെ അവരുടെ വേരുബലം എന്നുവരെ പറയാവുന്ന ഉത്തർപ്രദേശിൽ നിന്ന് യോഗി ആദിത്യനാഥിനെതിരെ ഉപമുഖ്യമന്ത്രി മൗര്യ പാളയത്തിൽ തന്നെ പട ഉയർത്തുന്നു എന്ന രീതിയിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ, ഇതൊന്നും വാസ്തവത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ BJPയിൽ നിന്ന് പുറത്തു വരാത്ത വാർത്തകളാണ്. സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൂടെ, പക്ഷേ പുറത്തു വരാത്ത വാർത്തകളാണ്. ഈ പുറത്തു വരുന്നു എന്നതിൻ്റെ അർത്ഥം അവരുടെ സംഘടനാ ശരീരം ദുർബലമാകുന്നു എന്നും അർത്ഥമുണ്ട്. ജനാധിപത്യത്തെ സംബന്ധിച്ച് രാഷ്ട്രീയ സംഘടനകളുടെ സംഘടനാ മസിൽ കുറയുന്നതാണ് ആരോഗ്യകരം. ജനാധിപത്യത്തിൽ അമിതമായ ഭൂരിപക്ഷവും വലിയ തോതിൽ ഏകാധിപത്യത്തിലേക്ക് നീക്കാവുന്ന തരത്തിലുള്ള സീറ്റ് ബലവും ആൾബലവും ഒന്നും ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യത്തിന് ഭൂഷണമല്ല. 352 സീറ്റ് വാങ്ങി 1971 അധികാരത്തിൽ വന്ന ഇന്ദിരാഗാന്ധിയുടെ തൻപ്രമാണിത്വമാണ് വാസ്തവത്തിൽ ഇന്ത്യയിൽ കോൺഗ്രസിനെ പിൽക്കാലത്ത് നിഷ്പ്രഭമാക്കി കളയുന്നതിന് അതിൻ്റെ വിത്തുകളിട്ടത് ഇന്ദിരാഗാന്ധിക്ക് കിട്ടിയ വലിയ ഭൂരിപക്ഷമാണ്. അത്തരം ഭൂരിപക്ഷങ്ങളും അത്രയും വലിയ മസിൽ പവറുകളും ഇല്ലാത്ത ഒരു രാഷ്ട്രീയ കാലത്തിലേക്ക് ഇന്ത്യ സഞ്ചരിക്കുന്നതിൻ്റെ സൂചനയാണ് ഇപ്പോഴുള്ളത്. ഇന്ത്യ സഖ്യത്തിലെയും കക്ഷികൾ വലിയ മസിൽ പവറുള്ളവരല്ല, BJP ശക്തമല്ല, അവരുടെ ഘടകകക്ഷികൾ ശക്തമല്ല. അങ്ങനെയുള്ള ഒരു സംവിധാനത്തിന് സ്വാഭാവികമായും ജനങ്ങളുടെ ഇച്ഛയെ പ്രകാശിപ്പിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലാകട്ടെ കാവഡ് യാത്രയുമായി ബന്ധപ്പെട്ട് വളരെ എളുപ്പത്തിൽ പണ്ടായിരുന്നെങ്കിൽ വളരെ എളുപ്പത്തിൽ അവർ അവർ നടത്തുമായിരുന്ന നടപടിക്ക് വലിയ തോതിലുള്ള വിമർശനവും എതിർപ്പും നേരിട്ട സന്ദർഭം. 3, ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിനെതിരായി പുറത്തു വന്നിരിക്കുന്ന പാളയത്തിൽപ്പട, RSS തന്നെ നേരിട്ട് ചില രാഷ്ട്രീയ നേതാക്കളെ ഉന്നം വെച്ച് നടത്തുന്ന വിമർശനങ്ങൾ, ഇതെല്ലാം ഈ 4 കാര്യങ്ങളും വിശദമായി പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ ഉപതെരഞ്ഞെടുപ്പുകളിലെ വോട്ട് ശതമാനത്തിൻ്റെ വലിയ തോതിലുള്ള ഒലിച്ചുപോക്ക് പരിഗണിക്കുമ്പോൾ സംഘപരിവാരത്തിനെ സംബന്ധിച്ച് കാര്യങ്ങൾ അത്ര ശുഭകരമല്ല എന്ന് മാത്രവുമല്ല, സംഘപരിവാരത്തിൻ്റെ ആ മസിൽ പവർ ഏതാണ്ട് അവസാനിക്കുകയാണ് എന്നതിൻ്റെ സൂചനയാണ് ലഭിക്കുന്നത്. ഏത് രാഷ്ട്രീയ കക്ഷിയുടെയും അപ്രമാദിത്വം അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഏകാധിപതികളാകാൻ അവർക്ക് ത്രാണി കൊടുക്കുന്ന കൈക്കരുത്ത് ഇല്ലാതാകുന്നതാണ് ജനാധിപത്യത്തെ സുന്ദരമാക്കുന്നത്. അതുകൊണ്ട് BJPക്ക് അല്ലെങ്കിൽ സംഘപരിവാരത്തിന് ഇപ്പോൾ നേരിടുന്ന ഈ തിരിച്ചടികൾ ജനാധിപത്യത്തിൻ്റെ കുതിപ്പിനെയാണ് സഹായിക്കുക എന്ന് പറയാവുന്നതാണ്.